ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവേന്ദുസ് വേൾഡ്. ഇത്തവണ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു കഥയുമായിട്ടാണ്. കഥ MS കുമാറിൻ്റെ ആനമീശ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. കഥ MS കുമാറിൻ്റെ ആനമീശ. ശബ്ദം കൃഷ്ണേന്ദു DS. ആനമീശ. ആനയുടെ തുമ്പിക്കൈ മറ്റു മൃഗങ്ങൾക്കില്ല. ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട താടിയും മീശയുമുള്ള ആളാണ് മാക്കു. താടിയും മീശയും കൂട്ടിപ്പിടിച്ച് തുമ്പിക്കൈ പോലെയാക്കി വലിച്ചു നീട്ടി ഒഴിയുക മാക്കുവിൻ്റെ ഒരു ഒഴിവു സമയത്തെ വിനോദമാണ്. അങ്ങനെയാണ് മാക്കുവിന് ആ പേര് വന്നത്, ആനമീശ. മാക്കുവിന് കുട്ടികളില്ല, ഭാര്യയുണ്ട്, പാറക്കുട്ടി. ധാരാളം സ്വത്ത്, അനുഭവിക്കാൻ അനന്തരാവകാശമില്ല. മാക്കുവിനൊരു കമ്പം തോന്നി, ആനക്കമ്പം. അതുവരെ സമ്പാദിച്ച സ്വത്തെല്ലാം കൂട്ടി ഒരാനയെ വാങ്ങി, ഒന്നാന്തരം ആന. മാക്കു ഭാര്യയോട് പറഞ്ഞു, നോക്കിക്കോടി, ഞാൻ ഈ ആനപ്പുറത്ത് കയറി ലോകം മുഴുവൻ ചുറ്റിക്കാണും. പാറക്കുട്ടി ചോദിച്ചു. മീശ പിടിച്ചുകൊണ്ട് മാക്കു പറഞ്ഞു, ആനപ്പുറത്തിരിക്കണമെങ്കിൽ ഒരു ഗമയൊക്കെ വേണം. നീ പെണ്ണല്ലേ, പെണ്ണുങ്ങൾക്കുണ്ടോ വില? മാക്കുവിൻ്റെ ഗമ പാറക്കുട്ടിക്ക് പിടിച്ചില്ല. അവൾ എന്തു ചെയ്യും? മീശ മാക്കു തൻ്റെ ഭർത്താവല്ലേ. ആനപ്പുറത്ത് കയറി മാക്കു സഞ്ചാരം തുടങ്ങി. നഗരത്തിലെത്തിയപ്പോൾ ഒരാളുണ്ട് ഒരു കുതിരപ്പുറത്ത് വരുന്നു. ഓടിയും ചാടിയും നടന്നും വരുന്ന കുതിര. കുതിരക്കാരൻ ആനപ്പുറത്ത് വരുന്ന മാക്കുവിൻ്റെ മുന്നിൽ കുതിരയെ നിർത്തി. അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ ആനപ്പുറത്ത് എങ്ങോട്ട് പോകുന്നു? ആനപ്പുറത്ത് കയറി ലോകം കാണാൻ. മാക്കു പറഞ്ഞു. ലോകം കാണാനോ? ഈ ആനപ്പുറത്ത് കയറിയാൽ എത്ര ദിവസം എടുക്കും? കൊല്ലങ്ങൾ തന്നെ വേണ്ടിവരും. നോക്കൂ, ഈ കുതിരപ്പുറത്ത് കയറിയാൽ കുറച്ച് ദിവസങ്ങൾ മതി. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് മാക്കുവിന് തോന്നി. ആനയെ കൊടുത്ത് കുതിരയെ വാങ്ങി മാക്കു യാത്ര തുടർന്നു. ടെക് ടെക് ടെക്. കുതിരയുടെ താളത്തിലുള്ള കുളമ്പടി ഒച്ചയും അതിൻ്റെ പുറത്തിരിക്കുമ്പോഴത്തെ കുലുക്കവും മാക്കുവിന് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരാൾ ഒരു മുട്ടനാടിനെയും കാരിട്ട് നടന്നു വരുന്നു. കുതിരയുടെയും മാക്കുവിൻ്റെയും മുന്നിൽ അയാൾ നിന്നു. ലോകം ചുറ്റാൻ ഈ മുട്ടനാടിനെ കൂട്ടി നടക്കുന്നതാണെന്ന് നല്ലതെന്നും ആ കുതിരയെ തന്നാൽ ആടിനെ തരാമെന്നും അയാൾ പറഞ്ഞപ്പോൾ മാക്കു സമ്മതിച്ചു. മാക്കു കുതിരയെ കൊടുത്ത് ആടിനെ വാങ്ങി. മുട്ടനാട് മുന്നിലും അതിൻ്റെ കഴുത്തിലിട്ട കയറിൻ്റെ തുമ്പ് പിടിച്ച് മാക്കു പിന്നാലെയുമായി നഗരം പിന്നിട്ടു. ഏതാനും ദൂരം നടന്നപ്പോൾ ഒരു വൃദ്ധൻ എതിരി വരുന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ പൂവൻകോഴി. അഴകുള്ള പൂവൻകോഴിയും എടുത്ത് അയാൾ മാക്കുവിൻ്റെയും മുട്ടനാടിൻ്റെയും മുന്നിൽ നിന്നു. അഴകുള്ള പൂവൻകോഴിയും കൊണ്ട് നടന്നോളൂ, നിങ്ങളുടെ അഴക് വർദ്ധിക്കും, ഐശ്വര്യം ലഭിക്കും. മാക്കുവിന് അത് സ്വീകാര്യമായി തോന്നി. അയാൾ പൂവൻകോഴിയെ വാങ്ങി മുട്ടനാടിനെ കൊടുത്തു. പൂവൻകോഴിയെയും കയ്യിലെടുത്തുകൊണ്ട് മാക്കു ഗമയിൽ തന്നെ നടന്നു. നാലുപാടും നോക്കുവേ, മാക്കുവിൻ്റെ നീണ്ട താടി പൂവൻകോഴിയുടെ തലയിലും കണ്ണിലും തട്ടി. പൂവൻകോഴിക്ക് അസ്വസ്ഥമുണ്ടായി, അത് പിടഞ്ഞു. മാക്കു കോഴിയെ മുറുകെ പിടിച്ചു. അത് ചിറകടിച്ചു കരഞ്ഞു. ഒരിക്കൽ കോഴി കാലുയർത്തി ചിറക് കുടഞ്ഞു പോകാൻ ശ്രമിച്ചു. മാക്കുവിൻ്റെ താടിയിൽ കോഴിയുടെ കാൽ കുരുങ്ങി. കോഴിയും താടിയും മാക്കുമായി ഒരു കശപിശ. ആളുകൾ ശ്രദ്ധിച്ചു. മാക്കുവിന് നാണമായി. കോഴിയാണോ താടിയാണോ തനിക്കിപ്പോൾ ശല്യമെന്ന് അയാൾ ആലോചിച്ചു. അപ്പോഴുണ്ട് വൃദ്ധനായ ഒരു ബാർബർ വരുന്നു, കയ്യിൽ ഷേവിംഗ് ഉപകരണങ്ങൾ. വൃദ്ധൻ മാക്കുവിൻ്റെ അടുത്ത് വന്നു. എന്തിനാണ് ഈ താടിയും മീശയുമൊക്കെ? വൃത്തികേട്. ആ കോഴിയെ ഇങ്ങ് തന്നേക്കൂ, നിങ്ങളുടെ താടിയും മീശയുമല്ല ഭംഗിയായി ഷേവ് ചെയ്തു തരാം. മാക്കു കൂടുതൽ ആലോചിച്ചില്ല. ഒരു പീടിക തിണ്ണയിലിരുന്ന് വൃദ്ധൻ മാക്കുവിൻ്റെ ആനമീശയും താടിയും വടിച്ചു കളഞ്ഞു. താടിയും മീശയുമില്ലാതെ വീട്ടിലേക്ക് കയറി വന്ന മാക്കുവിനെ കണ്ട് ഭാര്യ പാറക്കുട്ടി ആദ്യം അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, ഇതെന്ത് പറ്റി? മാക്കു ഒരു ഗാനരൂപത്തിലാണ് മറുപടി പറഞ്ഞത്. ആന കുതിര ആട് കോഴി താടിമീശ പാരടി. നന്ദി,
നമസ്കാരം.